അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ്. അപ്പൊ നമ്മുടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളോടനുബന്ധിച്ച് ഇന്ന് ഏകദേശം 10,000 പേരൊക്കെയാണ് ഇവിടെ ഊട്ടുസദ്യ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ബാക്കിൽ കാണുന്നത് ഇവിടെ കലവറയാണ്. അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേരാമ്പ്ര ഇടവകയിൽ എല്ലാവരും ഭയങ്കര സ്വരുമിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ അമ്പുപെരുന്നാളായാലും ഊട്ടുസദ്യ ആയാലും എന്തായാലും ഇവരുടെ ഈ സ്വരുമിയാണ് ഇവരുടെ എല്ലാത്തിന്റെ വിജയത്തിന്റെ കാരണം. അപ്പൊ ആ ഒരു പ്രത്യേകത എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. അരി കഴുകാനും അരി എടുക്കാനും സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഇഷ്ടംപോലെ ആൾക്കാരാണ്. അപ്പൊ ഇന്ന് ഊട്ടുസദ്യ ഏകദേശം 8 മണിയോടുകൂടി ഇവിടെ ആരംഭിക്കും. ഏകദേശം 2 മണി വരെയാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എല്ലാവരും ഈ ഊട്ടുസദ്യക്ക് സഹകരിക്കുക, വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മഴയായാലും പ്രശ്നമൊന്നുമില്ല. ഒരു ഏകദേശം എല്ലാ ഏരിയയും കവറൊക്കെ ചെയ്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വിശുദ്ധ അന്തോണീസിന്റെ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയം പേരാമ്പ്ര ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാള് ഊട്ടുതിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വിശുദ്ധ അന്തോണീസ് നമ്മുടെ ഇടവക മധ്യസ്ഥനാണ്. നാനാജാതി മതസ്ഥനായിട്ടുള്ള എല്ലാവർക്കും ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഈ ദേവാലയം. ഈ ദേവാലയം ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസിനെ പോലെ ദൈവത്തിന്റെ വചനത്തിൽ വളരാനായിട്ട് ഏവർക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങളിൽ രാവിലെ 10:30 വിശുദ്ധ കുർബാനയും അതിനെ തുടർന്ന് വചന സന്ദേശവും പള്ളി ചുറ്റിയുള്ള പ്രദർശനവും നേർച്ച ഭക്ഷണവുമാണ്. കുഞ്ഞു പൈതങ്ങൾക്ക് ചോറൂണ് അങ്ങനെയുള്ള തിരുക്കർമ്മങ്ങളോട് കൂടിയാണ് നാം ഈ തിരുനാൾ ആഘോഷിക്കുക. ഇടവക സമൂഹത്തിന്റെ കൂട്ടായ്മ വെളിപ്പെടുത്തുന്ന ഊട്ടുതിരുനാളാണിത്. 2 ദിവസങ്ങളായി ആബാലവൃദ്ധ ജനങ്ങളും ഇടവക സമൂഹവും മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടി തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഒരു തിരുനാൾ ആഘോഷം മനോഹരമാക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ആത്മീയമായ നിറവിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും ഒരിക്കലും കൂടെ ക്ഷണിക്കുന്നു. വിശുദ്ധ അന്തോണീസ് നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സെന്റ് ആന്റണീസ് ഇടവകയില് വിശുദ്ധ മധ്യസ്ഥനായ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ഊട്ട് തിരുനാളാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത് ഫുഡ് കൺവീനർ, പിന്നെ സ്വാമി, ഇവരൊക്കെ പാടി ഈ ഇടവക്കാർ തന്നെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത്. എല്ലാത്തിനും ഒരുപാട് പേരുടെ സഹകരണമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ എല്ലാവരും ഇവിടെ പങ്കെടുക്കുക. എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഏകദേശം 10,000 പേർക്കാണ് ഭക്ഷണം പാകം ചെയ്യണത്. പിന്നെ രോഗികളും കിടപ്പ് രോഗികളായ ആൾക്കാർക്ക് നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഭക്ഷണം. പിന്നെ പാഴ്സല് നമ്മളൊരു 3,000-3,500 പേർക്ക് പാഴ്സല് ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നുണ്ട്.